ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു ടെക് ടോക്ക് മലയാളം. ഇന്ന് നമ്മൾ അൺബോക്സ് ചെയ്യാൻ പോകുന്നത് ഒരു ട്രിമ്മറാണ്. അപ്പോൾ നിങ്ങൾക്ക് നമ്മളെ വീഡിയോ സ്ഥിരം കാണുന്നതാണെങ്കിൽ എൻ്റെ മുഖത്ത് എന്തെങ്കിലുമൊക്കെ വ്യത്യാസം തോന്നുന്നുണ്ടായിരിക്കും. അപ്പം ആ ഒരു വ്യത്യാസം വരാൻ കാര്യം ഞാനൊരു അൺബോക്സ് ചെയ്യാൻ പോയതാണ്. ഇത് അൺബോക്സ് ചെയ്തപ്പോൾ എൻ്റെ മുഖം ചെറുതായിട്ടൊന്ന് അൺബോക്സ് ആയിപ്പോയി. അപ്പം എല്ലാവരും ഒന്ന് ക്ഷമിക്കുക കേട്ടോ. എനിക്ക് പിന്നെ തോന്നി ഇത് വൃത്തികേടാണ്. അപ്പം എന്തെങ്കിലും വൃത്തികേടുണ്ടെങ്കിൽ ക്ഷമിക്കുക. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. ഫസ്റ്റ് നമുക്ക് ഈ സാധനത്തിന് അൺബോക്സ് ചെയ്യാം കേട്ടോ. MIയുടെ ഒരു മീ ബേർഡ് ട്രിമ്മറാണ്. അടിപൊളി സാധനമാണ്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. ജസ്റ്റ് അൺബോക്സിങ് ഫസ്റ്റ് ഒന്ന് കണ്ടിട്ട് വരാം ഫ്രണ്ട്സ്. അപ്പോൾ ഇതാണ് നമ്മുടെ മീ ട്രിമ്മറിൻ്റെ ബോക്സ്. ബേർഡ് ട്രിമ്മർ എന്നാണ് എൻ്റെ മെയിൻ പേര്. ബേർഡ്സും മീശയും താടി മെയിനായിട്ട് ട്രിം ചെയ്യാനായിട്ട് യൂസ് ചെയ്യാൻ പറ്റും. പിന്നെ എൻ്റെ ഹൈലൈറ്റ് പോയിന്റ് നല്ല ലുക്കി കളർ കേട്ടോ. അവരുടെ ട്രഡീഷണൽ കളറായ ഓറഞ്ച് കളർ വന്നിട്ടുണ്ട്. പിന്നെ സൈഡിൽ തന്നെ വലിയ അക്ഷരത്തിൽ മീ ബേർഡ് ട്രിമ്മർ എന്ന് എഴുതിയിട്ടുണ്ട്. നല്ല ലുക്കി ആയിട്ട്. പിന്നെ എൻ്റെ കുറച്ച് സ്പെസിഫിക്കേഷൻ വാഷബിൾ ബോഡിയാണ്. അങ്ങനെ കുറച്ച് ഡീറ്റെയിൽസ് ഉണ്ട്. അതെല്ലാം നമുക്ക് നോക്കാം. ജസ്റ്റ് നമുക്കിതൊന്ന് അൺബോക്സ് ചെയ്യാം. ആദ്യം തന്നെ ജസ്റ്റ് അൺബോക്സ് ചെയ്യുന്ന തന്നെ ഒരു വൈറ്റ് ബോക്സ് ആണ്. 2 പാർട്ടായിട്ടുള്ള ഒരു വൈറ്റ് ബോക്സ് കാണാം. അതിൻ്റെ അകത്ത് വേറെ നമ്മുടെ എല്ലാത്തിനും കിട്ടുന്ന യൂസർ മാനുവൽ ഉണ്ട്. അതിൻ്റെ അകത്ത് നമുക്ക് ആവശ്യമുള്ള കാര്യങ്ങളെല്ലാം പറ്റും. അതായത് താടി മീശയൊക്കെ എങ്ങനെ ട്രിം ചെയ്യാം, അതിൻ്റെ പ്രിസിഷൻ എങ്ങനെ അഡ്ജസ്റ്റ് ചെയ്യേണ്ട ഡീറ്റെയിൽസ് ഉണ്ട്. അത് നിങ്ങൾ വായിച്ച് നോക്കണ്ട, നമുക്ക് അതിനെപ്പറ്റി ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞുതരാം. ഓക്കെ, അപ്പോൾ നമുക്ക് നമ്മുടെ 2 പാർട്ട് ബോക്സ് ആയിട്ടുണ്ട്. ഈ പാർട്ട് ബോക്സ് ഒന്ന് നോക്കും തന്നെ 2 സൈഡാണ്. അതിൻ്റെ അകത്ത് ഒരു സൈഡിൽ നമ്മുടെ മെയിൻ സാധനം, അതായത് നമ്മുടെ ട്രിമ്മർ ഇരിപ്പുണ്ട്. ഫുൾ നല്ല പാക്കിംഗ് ആണ് കേട്ടോ. എനിക്ക് പേഴ്സണലി പാക്കിംഗ് നല്ലതായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ. അടിപൊളി പാക്കിംഗ് ആണ്. പിന്നെ അതിൻ്റെ ചാർജർ ഇത് ഡാറ്റ കേബിൾ ചാർജ് ആണ്. ഇതിൻ്റെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു 2 ഡോട്ട് ഉള്ള ഒരു ടൈപ്പ് ഡാറ്റ കേബിളാണ്. ഇത് ഇപ്പോഴത്തെ ഇങ്ങനത്തെ സാധനമാണ് എല്ലാവർക്കും. പിന്നെ നോർമൽ നമ്മുടെ ചാർജർ കുത്താനുള്ള ഐറ്റംസ് എല്ലാം ഉണ്ട്. പിന്നെ നമുക്ക് ഇതിനകത്ത് നോക്കാനുള്ളത് അതിൻ്റെ 2 ഇത് കിട്ടുന്നുണ്ട്, ക്ലിപ്പ് കിട്ടുന്നുണ്ട് ഇതിൻ്റെ മണ്ടക്കിടാനുള്ള. പിന്നെ അതിൻ്റെ അകത്ത് നമ്മുടെ ക്ലീനിങ്ങിന് വേണ്ടി ഒരു ബ്രഷ് കിട്ടുന്നുണ്ട്. അത് ഹൈലൈറ്റ് ആട്ടോ. സാധാരണ അങ്ങനെ ഒരു ഇതിൻ്റെ അകത്ത് ക്ലീനിങ് കിട്ടാറില്ല, പക്ഷേ ഇതിൻ്റെ അകത്തൊരു ബ്രഷ് കിട്ടുന്നുണ്ട്. ഇതുപോലെ തന്നെ ഒരെണ്ണമുണ്ട്, അത് നമുക്ക് നോക്കാം. ജസ്റ്റ് ഇനി നമ്മുടെ മെയിൻ സാധനം നമ്മുടെ പ്രൊഡക്റ്റ് ഉണ്ട്. അതിന് മുമ്പേ ഇതിൻ്റെ അകത്ത് എന്തോ ഒരു ഐറ്റം കൂടെ കിടക്കും. നമുക്ക് നോക്കാം എന്താണ്. എന്തോ സാധനം ഉണ്ട്. യെസ്, പൗച്ചാണ്. അപ്പം അതും ഒരു ഹൈലൈറ്റ് ആണ്. അപ്പം MI എല്ലാ ഐറ്റവും നമുക്ക് ഇതിനോട് തരുന്നുണ്ട്. അടിപൊളി പൗച്ച്, വെളിയിലൊക്കെ പോകുമ്പോൾ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റിയ ഒരു അടിപൊളി പൗച്ച്. മീയുടെ ബ്രാൻഡിങ് ഒക്കെ ഉണ്ട്. അടിപൊളി പൗച്ച് കിട്ടുന്നുണ്ട്. അപ്പം നമുക്കിതും സൈഡിലോട്ട് മാറ്റി വെക്കാം. നമ്മുടെ മെയിൻ സാധനം പ്രൊഡക്റ്റ് ഇനി നമുക്ക് നോക്കാം. യെസ്, ഇതാണ് നമ്മുടെ മെയിൻ സാധനം. അപ്പം നമുക്ക് നോക്കാം. ഓക്കെ, ബ്ലാക്ക് കളറാണ്. അടിപൊളി ലുക്കാണ്. ബ്ലാക്ക് കളറാണ് നമ്മുടെ പ്രൊഡക്റ്റ്. അപ്പം ഇതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് നമുക്കിനി നോക്കാം. അപ്പം ഇതാണ് ഇതിൻ്റെ അൺബോക്സിങ്. ഫ്രണ്ട്സ്, ഇതിൻ്റെ മെയിനായിട്ട് എനിക്ക് ഹൈലൈറ്റ് ഇഷ്ടപ്പെട്ടെന്ന് വെച്ചാൽ ഇതിൻ്റെ ലുക്കാണ് ഫ്രണ്ട്സ്. ഇപ്പോഴത്തെ ഒരു നോർമൽ ട്രിമ്മറിനെക്കാട്ടിൽ വേറെ ലെവൽ ലുക്കാണ്. എൻ്റെ ഇതിലൊരു ബാറൊക്കെ ഉണ്ട് കേട്ടോ. ഇങ്ങനെ കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്ത് എന്തിനാണെന്ന് ഞാൻ പറഞ്ഞുതരാം. ജസ്റ്റ് ഭയങ്കര സ്റ്റൈലിഷ് ലുക്കാണ്. പിന്നെ നിങ്ങൾ സെലക്ട് ചെയ്യുമ്പോൾ ബ്ലാക്ക് കളർ തന്നെ ചൂസ് ചെയ്യാൻ ശ്രമിക്കുക. കാരണം ബ്ലാക്ക് ഭയങ്കര ക്ലാസിക് ലുക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. കാണല്ലോ ഫ്രണ്ട്സ്, നിങ്ങൾക്ക് തന്നെ ബ്ലാക്ക് കാണുമ്പോൾ നല്ല ഒരു പ്രത്യേക അടിപൊളി ഫീൽ ഇല്ലേ? നോക്കിയ ഫ്രണ്ട്സ്. അപ്പം ഇതിൻ്റെ മെയിൻ ഹൈലൈറ്റ് പോയിന്റ് എന്ന് പറഞ്ഞാൽ 0.5 mm പ്രിസിഷൻ ബ്ലേഡാണ്. അത് കഴിഞ്ഞാൽ ചെറിയ താടിയിലെ ആയാലും മീശയിലെ ആയാലും ചെറിയ രോമങ്ങൾ പോലും കട്ട് ചെയ്യാൻ പറ്റും. അതിൻ്റെ 0.5 mm പ്രിസിഷൻ ബ്ലേഡാണ്. സ്റ്റെയിൻലെസ് ബ്ലേഡാണ്. അപ്പോൾ ഇതൊരു മെയിൻ ഹൈലൈറ്റ് പോയിന്റാണ്. പിന്നെ ഫ്രണ്ട്സ്, ഇതിൻ്റെ ഡിസൈൻ പറയാതിരിക്കാൻ പോയാൽ അടിപൊളി ഡിസൈനാണ് ഫ്രണ്ട്സ്. കാരണം കയ്യിൽ ഹാൻഡിയാണ്. കാരണം അങ്ങനെ തെന്നി പോകുന്നൊന്നുമില്ല. ഇത് ചില ട്രിമ്മറൊക്കെ കയ്യിൽ നിന്ന് സ്ലിപ്പറിയാണ്. പക്ഷേ ഇത് സ്ലിപ്പറി അല്ല. കാരണം ഇതിനൊരു ബാറുണ്ട്. എൻ്റെ ഇവിടെ ഒരു പവർ ബട്ടൺ ഉണ്ട്. ഇത് പവർ ബട്ടൺ ജസ്റ്റ് ഓൺ ആക്കി കഴിഞ്ഞാൽ ഓൺ ആവും. പിന്നെ ഇതിൻ്റെ ഹൈലൈറ്റ് പോയിന്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൽ ബാറ്ററി ഇൻഡിക്കേറ്റർ ഉണ്ട്. ബാറ്ററി കാണാനുള്ള 3 ലൈറ്റ് ഉണ്ട്. ഫുൾ ആണെങ്കിൽ 3 കാണിക്കും, പകുതി താഴെ ആണെങ്കിൽ സെക്കൻഡ്. അങ്ങനെ ബാറ്ററി ഇൻഡിക്കേറ്റർ ഉണ്ട്. അതുകൊണ്ട് നമുക്ക് ബാറ്ററി ചാർജ് ചെയ്താകുമ്പോൾ അറിയാൻ പറ്റും. പിന്നെ ഇതിൻ്റെ ഹൈലൈറ്റ് പോയിന്റ് എന്ന് വെച്ചാൽ 2 മണിക്കൂർ കൊണ്ട് ഇത് ഫുൾ ചാർജ് ആവും. ഫുൾ ചാർജ് ആയി കഴിഞ്ഞാൽ ഏകദേശം 60 മിനിറ്റ് അല്ലെങ്കിൽ 1 മണിക്കൂർ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. അപ്പം നോർമൽ ഞാൻ നേരത്തെയൊക്കെ ട്രിമ്മർ യൂസ് ചെയ്യുന്നുണ്ട്. അതിനെ അപേക്ഷിച്ച് നല്ല ചാർജ് കിട്ടുന്നുണ്ട്. ഈ 60 മിനിറ്റ് എന്ന് പറഞ്ഞാൽ 60 മിനിറ്റ് തന്നെ കിട്ടുന്നുണ്ട്. പിന്നെ ലുക്ക് അടിപൊളിയാണ് ഫ്രണ്ട്സ്. കാരണം നിങ്ങളൊരു മെൻസിനാണ് യൂസ് ചെയ്യാൻ പറ്റുന്നത്. കാരണം താടിയും പ്രത്യേകിച്ച് പറയട്ടെ, താടിയും മീശയും മാത്രമേ ഇതുകൊണ്ട് ട്രിം ചെയ്യാവുള്ളൂ. വേണേൽ കൃതാവൊക്കെ ചെയ്യാം. അല്ലാതെ മുടിയിലൊന്നും ഇതുകൊണ്ട് പിടിക്കാൻ പോയാൽ അടിച്ചു പോകത്തുള്ളൂ ഈ സാധനം. അപ്പോൾ നിങ്ങൾ സൂക്ഷിക്കുക. ഇത് താടിക്കും മീശയ്ക്കും വേണ്ടി മാത്രമുള്ളതാണ്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് സംഭവം എല്ലാം മനസ്സിലായി. ഇനി ഇതിൻ്റെ കുറച്ച് ഹൈലൈറ്റ് പോകുന്നത് വെച്ചാൽ ഇതിൻ്റെ സ്റ്റെയിൻലെസ് സ്റ്റീലാണ്. അതായത് സെൽഫ് ഷാർപ്പനിങ് സ്റ്റെയിൻലെസ് സ്റ്റീലാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഓൾമോസ്റ്റ് നമുക്ക് പെട്ടെന്ന് കേടാകത്തില്ല. എന്ന് വെച്ച് കഴിഞ്ഞാൽ സെൽഫ് ഷാർപ്പനിങ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി ഇത് ഷാർപ്പണാവും. അതിപ്പോൾ നമ്മൾ പിച്ചാത്തിയൊക്കെ ഓരോരുത്തർ കൂടെ മൂർച്ച കൂട്ടത്തില്ല. അതുപോലെ തന്നെ ഇതിൻ്റെ മൂർച്ച ഓട്ടോമാറ്റിക്കലി സെൽഫായിട്ട് മൂർച്ച കൂടുന്നതുകൊണ്ട് തന്നെ നമുക്കിത് ഡ്യൂറബിൾ ആണ്. കുറേ കാലം നിൽക്കും. അതിൻ്റെ ഹൈലൈറ്റ് പോയിട്ടാണ്. പിന്നെ MI 1 വർഷം വാറണ്ടിയും തരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ വേറെ പ്രശ്നങ്ങൾ ഒന്നുമില്ല. പിന്നെ ഫ്രണ്ട്സ്, എനിക്ക് ഏറ്റവും മെയിനായിട്ട് തോന്നിയത് ഇതിൻ്റെ ക്ലീൻ ആക്കാനായിട്ട് കുറേ എളുപ്പ വഴികളുണ്ട്. ജസ്റ്റ് ഇതിനോട് തന്നെ നമുക്ക് കാണിച്ചു തരാം. ഇതിനോട് തന്നെ ക്ലീനിങ്ങിനുള്ള കിറ്റ് തരുന്നുണ്ട്. അതായത് ജസ്റ്റ് ഒരു ക്ലീനിങ് ചെറിയ ഫോക്കസ്
ചെറുതായിട്ടുണ്ട് ഒരു ക്ലീനിങ്ങിനുള്ള സാധനം നമുക്ക് ഈ ഒരു ബോക്സിനോട് തന്നെ തരുന്നുണ്ട്. അപ്പം ജസ്റ്റ് നിങ്ങൾ ഉപയോഗിച്ച് കഴിയുമ്പോൾ ജസ്റ്റ് ഇങ്ങനെയൊക്കെ വെച്ച് ഫുള്ളൊന്ന് ക്ലീൻ ചെയ്യുക. അതും ക്ലീൻ ആയില്ലെങ്കിൽ ഇതിന് വേറൊരു ട്രിക്ക് ഉണ്ട്, ഞാൻ കാണിച്ചു തരാം. ജസ്റ്റ് തേണ്ട് ഇവിടെ ഈ ഒരു പോയിന്റ് ഉണ്ടോ ഞാൻ കാണിച്ചു ഫ്രണ്ട്സ്, ഈ ഒരു പോയിന്റ് ഉണ്ടോ, ഈ ഒരു പോയിന്റ് ഒന്ന് പുഷ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇത് ഓപ്പൺ ആക്കാം. ഞാൻ കാണിച്ചു തരാം. പുഷ് ചെയ്താണോ കണ്ടല്ലോ ഫ്രണ്ട്സ്, നോക്കിയേ ഇത് ഊരിയെടുക്കാൻ പറ്റും. ഇതൊരു ഹൈലൈറ്റ് പോയിന്റ് ആണ്. ജസ്റ്റ് ഇത് ഊരിയെടുത്ത് കഴിഞ്ഞാൽ നമുക്ക് ഇതിൻ്റെ അകം ശരിക്കും ക്ലീൻ ആക്കാൻ പറ്റും. കണ്ടല്ലോ ഫ്രണ്ട്സ്, ഇതിങ്ങനെ ഹോൾ കണ്ടോ, ഈ ഹോളിൻ്റെ അകത്ത് ഞാൻ ജസ്റ്റ് നിങ്ങളെ കാണിച്ചു തരാം. ഫോക്കസ് കണ്ടല്ലോ ഫ്രണ്ട്സ്, ഈ ഹോള് നമുക്ക് ഇതിൻ്റെ മോട്ടറൊക്കെ ക്ലീൻ ആക്കിയിട്ട് നമുക്കിത് ഫിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ കാണിച്ചു തരാം. ജസ്റ്റ് തേണ്ട് ഇവിടെ തന്നെ വെച്ച് കണ്ടോ ഫ്രണ്ട്സ്, ഈ ഒരു സ്ഥലത്ത് വെച്ചിട്ട് പിന്നെ ഇവിടെ നിന്ന് തള്ളു കൊടുത്തു കഴിഞ്ഞാൽ ഇത് ഫുള്ള് നമുക്ക് അമക്കാൻ പറ്റും. അപ്പോൾ ഇത് ക്ലീനിങ് നമുക്ക് എളുപ്പമാണ്, ഭയങ്കര ഹാൻഡ് ഫ്രീ ആയിട്ട് ക്ലീൻ ചെയ്യാൻ പറ്റും. ഇതൊരു ഹൈലൈറ്റ് പോയിൻ്റാണ്. പിന്നെ ഈ ഒരു ബാറിൻ്റെ കാര്യം ഞാൻ പറഞ്ഞല്ലോ, ഇത് പ്രിസിഷനാണ്. കാരണം ഇത് മണ്ടക്കോട്ട് കൂട്ടാനും കുറയ്ക്കാനും ഇത് യൂസ് ചെയ്യാം. ഇത്രയും 2 സാധനം ഇതിൻ്റെ കൂടെ തരുന്നുണ്ട്. കാരണം ഇതെന്ന് പറഞ്ഞാൽ ജസ്റ്റ് തേണ്ടി ഈ ഒരു ഹോളിൻ്റെ അകത്ത് കയറി ജസ്റ്റ് നമുക്ക് ഇങ്ങനെ ഇട്ട് വെക്കാം. ഓക്കെ, ഇങ്ങനെ ഇട്ടിട്ട് ഇങ്ങനെ തിരിക്കുകയും കൂട്ടുകയും ചെയ്ത് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. ഇതിൻ്റെ ബ്ലേഡ് അഡ്ജസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് താടിയൊക്കെ വടിക്കുമ്പോഴായാലും അഡ്ജസ്റ്റ് ചെയ്ത് ഇപ്പം ഇച്ചോടെ ലെങ്ത് വേണമെങ്കിൽ ഇത് കുറച്ചിട്ട് ട്രിം ചെയ്ത് താടിയൊക്കെ നമുക്ക് റെഡിയാക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ ഇത് എനിക്ക് പേഴ്സണലി ഭയങ്കര ഇഷ്ടപ്പെട്ടു. കാരണം ഇപ്പം ബിഗ് ബില്യൺ ഡേയ്സ് വരുന്നത് തന്നെ ഇത് 1500 രൂപയ്ക്ക് ഞാൻ വാങ്ങിച്ച സാധനത്തിന് ഇപ്പം 900 രൂപയുള്ളൂ. വമ്പൻ ഓഫറാണ്, നിങ്ങൾക്ക് വാങ്ങിക്കാൻ പറ്റിയ ഒരു ബെസ്റ്റ് ട്രിമ്മറാണ്. അപ്പോൾ നിങ്ങൾ ട്രിമ്മർ വാങ്ങിക്കാൻ വല്ല പ്ലാൻ ചെയ്യുന്നുണ്ടെങ്കിൽ ഞാൻ റേറ്റിംഗ് പറയുകയാണെങ്കിൽ ഇതിൻ്റെ ബാറ്ററി ബാക്കപ്പിനാണെങ്കിൽ ഒട്ടുമിക്ക ഇതിനെക്കാട്ടിലും നല്ല ബാറ്ററി ബാക്ക് കിട്ടുന്നുണ്ട്. ഏകദേശം 10 8.5 ബാറ്ററി ബാക്കപ്പിന് ഞാൻ കൊടുക്കും. ഡിസൈൻ ആണെങ്കിൽ ഞാൻ ഇതിന് 10ൽ 9 കൊടുക്കും ഫ്രണ്ട്. കാരണം ഭയങ്കര ലുക്കാണ് സാധനം, അടിപൊളിയാണ്, ഡിസൈൻ കൊടുക്കും. പിന്നെ ഒരു ക്വാളിറ്റി, അതായത് മെറ്റീരിയലിൻ്റെ ക്വാളിറ്റി ഒക്കെ ആണെങ്കിൽ 10ൽ ഞാൻ 8.5 കൊടുക്കും. കാരണം നിങ്ങൾക്ക് വാങ്ങിക്കാൻ പറ്റിയ ഒരു ബഡ്ജറ്റ് അടിപൊളി സാധനമാണ്. അപ്പോൾ നിങ്ങൾക്ക് റിവ്യൂ ഇഷ്ടപ്പെടുമെങ്കിൽ മറക്കാൻ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ എൻ്റെ പേര് വിഷ്ണു, ടെക് ടോക്ക് മലയാളത്തിൽ നിന്ന് നാളെ വീണ്ടും കാണാം. സി